ഗുഡ് ഈവനിങ്. നമ്മൾ അടുത്ത മൊഡ്യൂളിൽ പെരിമീറ്റർ ആൻഡ് ഏരിയ ജോമെട്രിയിലൊരു കോൺസെപ്റ്റിലേക്ക് പോവാണ്. ഇത്രയും നേരം അരിത്തമെറ്റിക് ആയിരുന്നു. അപ്പോൾ അതിൽ പെരിമീറ്ററും ഏരിയയും യൂസിങ് പിക്ചേഴ്സ് സിമ്പിൾ ഷേപ്സ് ലൈക്ക് റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയേഴ്സ്. റെക്റ്റാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും ഏരിയയും പെരിമീറ്ററും കാണുന്നത് എങ്ങനെയെന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഏരിയ ഡെപ്പിക്റ്റിംഗ് യൂസിങ് യൂണിറ്റ് സ്ക്വയേഴ്സ് ഇൻ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിനെ നമ്മൾ യൂണിറ്റ് സ്ക്വയേഴ്സായിട്ട് മുറിച്ചിട്ട് അത് എണ്ണി നോക്കി അതിൽ എത്ര ഏരിയ ഉണ്ടെന്ന് പറയുന്നതാണ്. അവിടെ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. 115 പേജിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എങ്ങനെയാണ്, ഒരുപാട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ട. ഇത് യൂണിറ്റ് സ്ക്വയറായിട്ട് മുറിക്കുന്നത് പല പല ഷേപ്പ് ഉണ്ട് അവിടെ. അത് മുറിച്ചിട്ട് അത് എണ്ണി നോക്കി എത്രയാണ് ഏരിയ വരിക, അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അത് എൻ്റെ ഏരിയയും പറയാം. അതോടൊപ്പം തന്നെ അതിൻ്റെ പെരിമീറ്ററും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഒരേ ടേബിൾ. 115 ആ എക്സാമ്പിളാണ് ടിപ്പിക്കൽ എക്സാമ്പിൾ. അത് വെച്ചുകൊണ്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ റെക്റ്റാങ്കിളും സ്ക്വയറിൻ്റെയും ഏരിയയും പെരിമീറ്ററും കഴിഞ്ഞാൽ കുറച്ച് വേറെ ഷേപ്പൊക്കെ പറയാം. ഒരു എൽ ഷേപ്പിൻ്റെയൊക്കെ പെരിമീറ്റർ എങ്ങനെ കാണാം, ഏരിയ എങ്ങനെ കാണാമെന്ന് കൂടി അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടി ആക്കിയിട്ട് പേജ് 119 പേജ് 124 124 3 പ്രോബ്ലം ഉള്ളൂ. അതുകൂടി നോക്കിയിട്ട് 1-2 പ്രോബ്ലം ചെയ്യിപ്പിച്ച് മോഡ്യൂൾ അവസാനിപ്പിക്കാം. വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷെ അത് ബേസിക് കോൺസെപ്റ്റ്സ് ആയതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ട് അത് ചെയ്യും. ഓക്കെ, താങ്ക് യു.